സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു യുവാവ് ബുദ്ധന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഗുരോ, എന്റെ ശീലങ്ങൾ കാരണം ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ വലിയ വിജയം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എന്റെ മോശം ശീലങ്ങൾ എന്നെ അതിന് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ വിജയിക്കാൻ എനിക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്ന് എനിക്കറിയില്ല. അതറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. എന്നെ ഒന്ന് വഴി കാണിക്കണം. ബുദ്ധൻ പറഞ്ഞു, നമ്മൾ മോശം ശീലങ്ങൾക്ക് അടിമകളാകുന്നതുപോലെ നല്ല ശീലങ്ങൾ വളർത്തിയാൽ അതിനും അടിമകളാകും. വിശ്വസിച്ചോളൂ, നല്ല ശീലങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സഹായിക്കുന്ന 15 ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ ശീലങ്ങൾ നിങ്ങളെ വിജയിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനുമാക്കി മാറ്റും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ട് തള്ളിക്കളയരുത്. ഈ 15 നല്ല ശീലങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. തുടർന്ന് പതിയെ പതിയെ അവ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി തുടങ്ങണം. ഈ ശീലങ്ങൾ നിങ്ങൾക്ക് വിജയം മാത്രമല്ല, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ മാറ്റും. നിങ്ങളെ കണ്ടാൽ അവർ പറയും, എനിക്കും ഈ വ്യക്തിയെപ്പോലെയാകണം എന്ന്. സുഹൃത്തുക്കളെ, 15 വിജയകരമായ ശീലങ്ങൾ അറിയുന്നതിനു മുൻപ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ 15 ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം. ലോകത്തിലെ ഏറ്റവും നല്ലതും വിജയകരവുമായ ഒരു ശീലമാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നത്. ഓരോ വിജയിയും ഈ ശീലം പിന്തുടരുന്നു. നിങ്ങൾ അതിരാവിലെ തന്നെ നിങ്ങളുടെ ദിവസം മികച്ചതാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പകൽ സമയത്ത് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു വെല്ലുവിളിയും ഉണ്ടാകില്ല. അതിരാവിലെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തിയും ലക്ഷ്യങ്ങളോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും കാണിക്കുന്നു. നേരത്തെ ഉണരുന്നത് കൂടുതൽ സമയവും ഊർജ്ജവും പരിശ്രമവും നൽകും. ഇത് ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. 2. നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുക. വിജയകരമായ ശീലങ്ങളിൽ രണ്ടാമത്തേത് നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. തങ്ങളുടെ മേഖലകളിൽ വിജയം നേടിയ എല്ലാവർക്കും ഈ ശീലമുണ്ട്. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എപ്പോഴും പഠിക്കുക. ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടും. വിജയികൾ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പലതരം പരീക്ഷണങ്ങൾ നടത്തുന്നു. അവരുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. അത് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. 3. കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യുക. നമുക്ക് 2 ചെവികളും ഒരു വായയുമാണുള്ളത്. ഇത് നമ്മൾ കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. അവർക്ക് എപ്പോഴും എന്തെങ്കിലും പഠിക്കാൻ കിട്ടും. കുറച്ച് സംസാരിക്കുന്നത് ഊർജ്ജം ലാഭിക്കാൻ സഹായിക്കും. ഇത് മറ്റുള്ളവരുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. 4. വിയോജിക്കാനും വേണ്ട എന്ന് പറയാനും പഠിക്കുക. വിജയത്തിലേക്കുള്ള 4ാമത്തെ ശീലം വിയോജിക്കാനും വേണ്ട എന്ന് പറയാനും പഠിക്കുക എന്നതാണ്. നിങ്ങൾ ആളുകളുടെ എല്ലാ കാര്യങ്ങൾക്കും അതേ എന്ന് തലയാട്ടാൻ ഒരു പാവയല്ല. നിങ്ങൾ ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ സ്വപ്നങ്ങളും തത്വങ്ങളുമുണ്ടാകും. നിങ്ങളുടെ വഴി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരാൾക്ക് ശരിയാകുന്നത് നിങ്ങൾക്ക് ശരിയാകണമെന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കോ തത്വങ്ങൾക്കോ ചേരാത്ത കാര്യങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പഠിക്കുക. 5. ശരിയായ കാര്യങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പഠിക്കുക. ബുദ്ധൻ പറഞ്ഞു, വിജയകരമായ ശീലങ്ങളിൽ 5ാമത്തേത് ശരിയായ കാര്യങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പഠിക്കുക എന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് ഒരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ്. നിങ്ങളുടെ സുരക്ഷിതത്വ മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നത് നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. ശരിയായ കാര്യങ്ങൾക്ക് റിസ്ക് എടുക്കാൻ മടിക്കരുത്. അവസാനം റിസ്ക് എടുക്കാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പശ്ചാത്താപമുണ്ടാകാം. 6. സ്വയം മനസ്സിലാക്കാനും സമയം നൽകാനും പഠിക്കുക. വിജയത്തിലേക്കുള്ള 6ാമത്തെ ശീലം അടുത്ത 60 വർഷം നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോകുന്ന ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എത്ര സമയം സ്വയം നൽകുന്നുണ്ട്? നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകളിൽ നിന്ന് എത്രത്തോളം പഠിക്കുന്നുണ്ട്? നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്തു ചെയ്യുന്നു? നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? 7. തീരുമാനമെടുക്കാനും ഉടൻ തന്നെ പ്രവർത്തിക്കാനും പഠിക്കുക. എത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നും നാളേക്കായി മാറ്റിവെക്കുന്നത്? എത്ര പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കാൻ മടിക്കുന്നത്? ഒരു തീരുമാനവും എടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തീരുമാനമെടുത്ത് അതിനെ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുക എന്നതാണ്. വിജയികളായ ആളുകൾ തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും ഇടയിലുള്ള സമയം 0 8. സമയത്തിന്റെ വില മനസ്സിലാക്കുക. ജീവിതം മാറ്റിമറിക്കുന്ന ശീലങ്ങളിൽ 8ാമത്തേത് സമയത്തിന്റെ വില മനസ്സിലാക്കുക എന്നതാണ്.
സമയം ഒരു പ്രത്യേക വേഗതയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഒരിക്കലും നിൽക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സമയത്തിനനുസരിച്ച് നേരിടേണ്ടിവരും. സമയത്തിനനുസരിച്ച് മുന്നോട്ടു പോകാൻ പഠിക്കുക. 9. അനാവശ്യ കാര്യങ്ങൾ അവഗണിക്കാനും പഠിക്കുക. വിജയകരമായ ശീലങ്ങളിൽ 9ാമത്തേത് അനാവശ്യ കാര്യങ്ങൾ അവഗണിക്കാനാണ്. നമുക്ക് പരിമിതമായ സമയവും ഊർജവും മാത്രമേയുള്ളൂ. അത് ചെറിയ കാര്യങ്ങളിൽ പാഴാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഊർജം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. 10. നെഗറ്റീവ് ആളുകളെ ഒഴിവാക്കി പോസിറ്റീവ് ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. ഒരു നെഗറ്റീവ് വ്യക്തി നമ്മുടെ ഊർജം ചോർത്തിക്കളയുകയും നമ്മുടെ ചിന്തകളെ നെഗറ്റീവാക്കുകയും ചെയ്യും. അതിനാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള 5 ആളുകളുടെ ശരാശരിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ എപ്പോഴും എല്ലാത്തിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക. 11. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എഴുതിവെക്കുക. നിങ്ങളുടെ എല്ലാ പദ്ധതികളും എഴുതിവെക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൽ അവയെ ഉറപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങളും എഴുതുക. നമ്മുടെ മനസ്സിന് സ്വതന്ത്രമായി പുതിയ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് സഹായിക്കും. 12. ആരോഗ്യവാനായിരിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. കുറച്ചു കഴിക്കുക. കൂടുതൽ വയറ്റിൽ ഇടം നൽകുക. പതിവായ വ്യായാമവും ധ്യാനവും നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആരോഗ്യമുള്ള മനസ്സും ശരീരവും കൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ പുരോഗമിക്കാനും ലക്ഷ്യം നേടാനും കഴിയും. 13. എപ്പോഴും സന്തോഷമായിരിക്കുക. പുഞ്ചിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുക. കരയുന്ന ഒരാളുമായി ആരും കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ദുഃഖങ്ങളുണ്ട്. നിങ്ങളുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകിയേക്കാം. നിങ്ങൾ ഭാഗ്യവാനാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും ഇല്ലെന്നും ചിന്തിക്കുക. 14. നിങ്ങളുടെ വരുമാനത്തേക്കാൾ കുറച്ചുമാത്രം ചെലവഴിക്കുക. എപ്പോഴും നിങ്ങളുടെ വരുമാനത്തേക്കാൾ കുറച്ചുമാത്രം ചെലവഴിക്കുക. ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അത് മാറ്റിവെക്കുക. മിക്ക ആളുകളും വെറും പൊങ്ങച്ചത്തിനു വേണ്ടി കൂടുതൽ ചെലവഴിക്കുകയും പിന്നീട് ദുഃഖിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ഭാവിക്കുവേണ്ടി ലാഭിക്കുകയും ചെയ്യുക. 15. മറ്റുള്ളവരെ സഹായിക്കുക. ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എന്നാൽ അതിനിടയിലും അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അവരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരാൾ സ്വന്തം വിജയത്തോടൊപ്പം തന്റെ രാജ്യത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുമ്പോഴാണ് അയാൾ പൂർണ്ണമായും വിജയിയാകുന്നത്. അതിനാൽ മറ്റുള്ളവരെ സഹായിക്കുക. ബുദ്ധൻ തുടർന്നു പറഞ്ഞു, ഈ ശീലങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ആ യുവാവിന് തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു. അദ്ദേഹം ബുദ്ധന് നന്ദി പറഞ്ഞ് അവിടുന്ന് പോയി. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടുക. അതുവഴി അവർക്കും ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാൻ കഴിയട്ടെ.